അസ്സലാമു അലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു യാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ലെയർ പൊറോട്ടയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന പൊറോട്ടയാണ് കേട്ടോ. അത് വെയിറ്റ് ചെയ്യാൻ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട. നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് നല്ല ലെയറായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കോഴിമുട്ട, പിന്നെ മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, പിന്നെ അത് ചുട്ടെടുക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് 50 ഗ്രാം ഒരു 50 ഗ്രാം ഡാൽഡ മെൽറ്റ് ചെയ്തതുണ്ട്. കൂടെ തന്നെ അത്രയും അളവിൽ സൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡാൽഡയും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കി എടുക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്കിത് പൊടിയൊന്ന് കുഴച്ചിട്ട് വരാം. അപ്പോൾ ഇതേ ഉപ്പ് ചേർത്ത മൈദയിലോട്ട് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പൊട്ടിച്ച് വച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ മുട്ടയും മൈദയും കൂടെ ആദ്യം ഒന്ന് മിക്സ് ആക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നതിൻ്റെ ശേഷം നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പൊടികൾ തമ്മിൽ ചേർക്കാം. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നായിട്ട് ഒഴിച്ചു വിടരുത്. കുറച്ച് വെള്ളമാക്കിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ പൊടി ചേർത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഞാനിവിടെ പൊടി ചേർത്തിട്ടുണ്ട്. പൊടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ശക്തി കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാൽ ഇത് പെട്ടെന്ന് തന്നെ ലൂസായി പോവും. ഇത് കുഴയ്ക്കുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു കപ്പിൽ കുറച്ച് പച്ച മൈദ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊടി കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് തൂവിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴഞ്ഞ് വരും. അപ്പോൾ ഞാനിതേപോലെ തന്നെ എൻ്റെ മൈദ നല്ല രീതിക്ക് തന്നെ കുഴച്ച് സോഫ്റ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വെറും ഒരു 10 മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ട. എൻ്റെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ കൗണ്ടർ ടോപ്പിൽ ലേശം മൈദ തൂവിയതിൻ്റെ ശേഷം നമ്മുടെ കുഴച്ച് വെച്ച മൈദ എടുത്തിട്ട് ഇതേപോലെ നല്ല രീതിക്ക് തന്നെ കുറച്ച് ശക്തി എടുത്തിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ കുഴച്ചിട്ട് ഇതൊന്ന് നീളത്തിൽ റോൾ ചെയ്തിട്ട് വെക്കാം. ഇങ്ങനെ വയ്ക്കുന്ന ഈ മൈദ ഞാനിവിടെ വലിയ ഉരുളകളാക്കിയിട്ടാണ് പൊറോട്ട വീശാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പിട്ടായിട്ട് നമുക്കിത് ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് ഈ റോൾ ചെയ്തതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിത് ഒരേ അളവിലുള്ള 5 ഭാഗങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ബോൾസിന് പറ്റിയ അത്ര തന്നെ ഭാഗം മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ബോൾസാക്കി ഷേപ്പ് ചെയ്ത് വെക്കാം. അത്യാവശ്യം വലിയ ബോൾസുകൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബോൾസിൽ നിന്നിട്ട് നമുക്ക് ഏതാണ്ട് 3 പൊറോട്ട വരെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനിത് 5 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. 5 ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ ബോൾസുകളാക്കി വെച്ചതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡാൽഡയും സൺഫ്ലവർ ഓയിലും കൂടിയിട്ടുള്ള മിക്സ് ഇതിലോട്ട് ഇതേപോലെ തൂവി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയും ചേർത്ത് കൊടുക്കുക. ഈ മൈദയും കൂടെ അങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ 5 ഉരുളകളും ഇതിൽ വെച്ചിട്ടൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ആയിരിക്കും നമ്മുടെ പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഇതേപോലെ 5 മൈദയിലും എണ്ണയിലൊക്കെ ഇട്ട് ഒന്നൊന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഒരു ചപ്പാത്തിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉരുളകൾ ചപ്പാത്തിയുടെ വലിപ്പത്തിൽ കൈ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇതേപോലെ കൈ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ കൈകൊണ്ട് പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കോൽ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഏതാണ്ട് ഈ വട്ടം പോലെ മതി, ഇത്രയും വട്ടത്തിൽ മതി. അപ്പോൾ ഞാൻ 5 എണ്ണം ഇതേപോലെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ആദ്യം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ പത്തിരിയിലെ അതെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറാം. എന്നതിന് ശേഷം അതൊന്ന് പരത്തി കൊടുക്കുക. ആദ്യം ഒന്ന് കൈകൊണ്ട് പരത്തുക. പരത്തി ലേശം ഒരു വട്ടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു സ്പൂണ് ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ പരത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ചപ്പാത്തി കോയിൽ വെച്ചിട്ട് പരത്തി അത്യാവശ്യം വലുതാക്കി തന്നെ പരത്തിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് പരത്തി സ്മൂത്ത് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ചും കൂടെ എണ്ണ തൂവി കൊടുക്കുക. കാരണം നമ്മൾ കുറച്ചുകൂടെ പരത്തിയല്ലോ. അപ്പോൾ ആ പരത്തിയ ഭാഗത്തും കൂടെ കുറച്ചുകൂടെ എണ്ണ ഇതേപോലെ തൂവി കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് മൈദയെ നമുക്ക് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്കൊരു റെസ്റ്റോറൻറ്റുകളിൽ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്.
അപ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും. എന്നിട്ട് ഇതേ പൊറാട്ടയുടെ മെയിൻ പരിപാടിയായിട്ടുള്ള പൊറാട്ട വീശിയടിക്കുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പ്രയാസമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ, അത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് പൊറോട്ട വീശിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നീണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് തിന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ നല്ല തിന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ 3 പോർഷൻസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോരോ പോർഷൻസ് എടുത്തിട്ട് ഇതേപോലെ നീട്ടിയെടുത്തിട്ട് ചുരുട്ടി വെക്കാം. ഇതേപോലെ കണ്ടില്ലേ നീട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ചുരുട്ടി വെക്കാം. ഞാൻ ആ ഒരു ഉണ്ട കൊണ്ട് 3 എണ്ണമാണ് കേട്ടോ, 3 ഭാഗങ്ങളാക്കിയിട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നീട്ടി വലിച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുത്ത്. അതൊക്കെ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഈ 5 ചപ്പാത്തികൾ പരത്തി വീശി അടിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ പൊറോട്ടകളെല്ലാം തന്നെ ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ 15 എണ്ണമാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ഓരോന്നിൽ നിന്നും 3 എണ്ണ ആക്കിയിട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ചുട്ടെടുക്കാനായിട്ട് ഇവിടെ ഒരു പത്തിരിക്കല്ല് വെച്ചിട്ടുണ്ട്. എൻ്റെ പത്തിരിക്കല്ല് ഇരുമ്പിൻ്റെ പത്തിരിക്കല്ലാണ്. അതാകുമ്പോൾ നമ്മുടെ പൊറോട്ട നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാകുമ്പോഴേക്കും നമുക്കതിലോട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ എണ്ണയും കല്ലും ഒന്നും കൂടി ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ഈ ചുരുട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ പൊറോട്ടയുടെ ഉണ്ടയെ ഒന്നൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ചെറിയ പൊറോട്ട ആണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ നോക്കിയേ, ഇത്ര വലുപ്പത്തിലാണ് ചുടുന്നത്. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് പരത്തുന്നത്. ഇപ്പോൾ കൈകൊണ്ട് പരത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് നമുക്ക് വേണ്ട വലുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കല്ല് നല്ല അടിപൊളിയായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കും. വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിഞ്ഞു പോകാതെ നല്ല രീതിക്ക് തന്നെ എടുത്തിട്ട് കല്ലിലോട്ട് വെച്ച് കൊടുക്കാം. ഞാനിതേ 2 എണ്ണമാണ് ഒരു കല്ലുമ്മലിട്ടിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ 1 സെക്കൻഡിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം 1 സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് പറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ പറിച്ചിട്ട് കൊടുക്കുക. ഇനി ആ ഭാഗം നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മറിച്ചിടുന്ന ഓരോ സൈഡിലും നമുക്ക് കുറച്ച് എണ്ണ തൂവിയിട്ട് ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാം. കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കളയരുത്, കാരണം അതിൻ്റെ ഉള്ളിൽ വേവാനുള്ളൊരു സമയം കൊടുക്കണം. പിന്നെ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചട്ടകം എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ചട്ടകം വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല മയം കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ സൈഡും വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ എൻ്റെ ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചുട്ടെടുത്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് 2 കൈയും വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് വരിക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പൊറോട്ടകളെല്ലാം തന്നെ ഇതേപോലെ ചുട്ടിട്ട് നല്ലൊരു ഹോട്ട് പോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.